നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബിഷപ്പിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്ക് വ്യത്യസ്ത ഇടങ്ങളിലേക്ക് സ്ഥലമാറ്റം. സിസ്റ്റർ അനുപമ പഞ്ചാബിലേക്കും സിസ്റ്റർ ആൽഫി ജാർഖണ്ഡിലേക്കും പോകണം. ബിഷപ്പിനെതിരെ പരാതി നൽകിയ സിസ്റ്റർ കുറവിലങ്ങാട് തുടരും. സഭയ്ക്കെതിരെ സമരം ചെയ്തത് അച്ചടക്ക ലംഘനമെന്ന് മദർ ജനറൽ. പ്രതികാര നടപടിയെന്ന് സിസ്റ്റർ അനുപമ. എന്തു വന്നാലും കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് പോകില്ല. KSRTC ജീവനക്കാരുടെ അനിശ്ചിതകാല പണിമുടക്ക് ഹൈക്കോടതി തടഞ്ഞു. ടോമിൻ ചിത്തശങ്കരിക്കും ഹൈക്കോടതിയുടെ വിമർശനം. സമരം മാറ്റിവെക്കാൻ ധാരണ. തീരുമാനം ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ. ആലപ്പാട് കരിമണൽ ഖനനം നടത്തുന്നവരുമായി മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തും. സീ വാഷിംഗ് ഖനനം താൽക്കാലികമായി നിർത്തും. ഖനനത്തിന്റെ പ്രത്യാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതി. തുടർ നടപടികൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷം. കർണാടകത്തിൽ വിമത MLA-മാർക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത് കൂടെ നിർത്താൻ കോൺഗ്രസ് നീക്കം. 2 MLA-മാർ തിരിച്ചെത്തി. ചാർജർ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഫോൺ ചെയ്യാൻ കഴിയാതെ പോയതെന്ന് കോൺഗ്രസ് MLA ഭീമ നായിക്. ഓപ്പറേഷൻ താമര തൽക്കാലം അവതാളത്തിൽ. രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 171 റൺസിന് പുറത്ത്. ഗുജറാത്തിന് 195 റൺസ് വിജയലക്ഷ്യം. ചരിത്രത്തിലാദ്യമായി സെമി ബർത്ത് കാണാമെന്ന പ്രതീക്ഷയിൽ കേരളം. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ പ്രതികാര നടപടി. ബിഷപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനിറങ്ങിയ 4 കന്യാസ്ത്രീകളെയാണ് സഭ സ്ഥലം മാറ്റിയത്. ജീസസ് മദർ ജനറൽ റജീന കടംതോട്ടാണ് കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ തെരുവിൽ സമരം നടത്തിയ 5 കന്യാസ്ത്രീകളെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്കാണ് സ്ഥലം മാറ്റിയത്. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളായ അനുപമ, ജോസഫിൻ, ആൽഫി, നീന റോസ് എന്നിവർക്കെതിരെയാണ് പ്രതികാര നടപടി. മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ റജീന കടംതോട്ടാണ് കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. സമര നേതാവ് സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കും സിസ്റ്റർ ആൽഫിനെ ചണ്ഡീഗഡിലേക്കും മാറ്റിയപ്പോൾ മറ്റൊരാളെ കണ്ണൂരിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു. എന്നാൽ സ്ഥലം മാറ്റിയ സഭയുടെ നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് കന്യാസ്ത്രീകൾ. ജനുവരി 3-നാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഉത്തരവ് ജനുവരി 10-നാണ് കന്യാസ്ത്രീകൾക്ക് കൈമാറിയത്. ജലന്ധർ ബിഷപ്പിനെതിരെ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീയെ നിലവിൽ സ്ഥലം മാറ്റിയിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ആദ്യം സിസ്റ്റർ അനുപമ, അതിനുശേഷം മറ്റ് അതിഥികളിലേക്ക് എത്താം. അനുപമ, 4 കന്യാസ്ത്രീകളെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കുന്നില്ല. കാരണം പോലീസും സർക്കാരും സുരക്ഷയ്ക്ക് വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിസ്റ്റർ റെജീനയ്ക്ക് ഞങ്ങളുടെ മദർ ജനറലിന് കത്ത് നൽകിയപ്പോൾ സിസ്റ്റർ റെജീന അവിടെ നിസ്സംഗത പാലിച്ചുകൊണ്ട് മഠത്തിലെ ടെറസിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരക്കൊമ്പ് മുറിക്കുന്നതിനും ലൈറ്റ്സ് പിടിപ്പിക്കുന്നതിനും CCTV റിപ്പയർ, അങ്ങനെ പല കാര്യങ്ങളായിരുന്നു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസുകാർ നൽകിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് അധികാരമോ പണവോ ഇല്ല എന്ന് പറഞ്ഞാണ് ആള് അത് മറിച്ചെടുത്തത്. അങ്ങനെ വന്ന ആള് ഇപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ ഈ അധികാരം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ജനറാളമ്മയ്ക്ക് തന്നെ. അതുകൊണ്ട് ഈ ഒരു ലെറ്റർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നും ആണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത്തരത്തിൽ നിങ്ങൾ ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ സഭാചട്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സഭാചട്ടങ്ങൾ ലംഘിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിക്കാനായിട്ട് ഞങ്ങൾ സഭാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് പറയാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മുടെ സിസ്റ്ററിനെ, ഞങ്ങളുടെ സന്യാസ സമൂഹത്തിലെ ആ സിസ്റ്ററിനെ ഞങ്ങളുടെ തന്നെ സന്യാസ സമൂഹമോ അല്ലെങ്കിൽ സഭ അധികാരികളോ സഭാ നേതൃത്വമോ സിസ്റ്ററിന് ആ ഒരു പിന്തുണ നൽകാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സിസ്റ്ററിനെ പിന്തുണ നൽകിക്കൊണ്ടും സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് സഭയുടെ നിയമങ്ങൾ ലംഘിച്ചതായിട്ട് ഞങ്ങൾക്ക് അത് തോന്നുന്നില്ല. സന്യസ്ത ജീവിതം നയിക്കുന്നവർക്ക് അവരുടേതായ ഒരു ചട്ടക്കൂടുണ്ടല്ലോ. ആ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്ന് പറയുന്നു. ഇങ്ങനെ ഇപ്പോൾ ഈ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സഭയുമായി ഒരു തുറന്ന പോരിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ?
ആ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. കാരണം ബിഷപ്പ് ഫ്രാങ്കോ ജയിലിലായിരുന്നപ്പോഴും ബിഷപ്പ് ഫ്രാങ്കോനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഈ റൈറ്റുകൾ പറഞ്ഞുകൊണ്ടാണ്. സീറോ മലബാർ റൈറ്റ്, ലാറ്റിൻ റൈറ്റ്. ഞങ്ങളുടെ കാര്യം വന്നപ്പോഴത്തേനും ഇവര് പറയുന്നത് നിങ്ങൾ ലാറ്റിൻ റൈറ്റിൽ പെട്ടവരാണ്, അതുകൊണ്ട് സീറോ മലബാറുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യം, ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി ഈ സീറോ മലബാറുകാരും ലാറ്റിൻകാരും ഒന്നായി മാറി. അവര് ഈവൻ ജയിലിൽ പോലും അവര് കാണാൻ വേണ്ടി പോയി. ഞങ്ങളെ ഇവിടെ വന്ന് കാണാനോ അല്ലെങ്കിൽ ഞങ്ങളോടൊന്ന് സംസാരിക്കാനോ ഞങ്ങളുടെ തന്നെ സഭാ സമൂഹത്തിലെ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇവിടെയുള്ള സിസ്റ്റേഴ്സോ ആരും ഞങ്ങളോട് സംസാരിക്കാനോ അതിനുവേണ്ടി മുതിർന്നിട്ടോ സഭാ നേതൃത്വത്തിൽ നിന്ന് പോലും ആരും ഞങ്ങളെ സമീപിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇത് സഭയുടെ നിയമങ്ങളെ ലംഘിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അല്ല ശ്രീ സിസ്റ്റർ അനുപമ, ആദ്യമായാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് സഭയ്ക്ക് ക്ഷീണമുണ്ടാക്കി, സഭയെ അപമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു എന്നൊക്കെയാണല്ലോ നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. നേരത്തെ തന്നെ നിങ്ങളെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്ന നിലയിലേക്കൊക്കെ തന്നെ സഭയിൽ ആലോചനകൾ നടക്കുകയും അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും നടപടികളിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉത്തരവ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് എത്തി, അതിന്റെ പ്രായോഗിക വശത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി എന്ത് ആനുകൂല്യം അല്ലെങ്കിൽ നിങ്ങൾക്കിനി എന്ത് പരിരക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾക്ക് സഭയിൽ നിന്ന് ഒരു ആനുകൂല്യം ലഭിക്കുമെന്ന് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ സിസ്റ്റം മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ല. ഈ മുട്ടാത്ത വാതിലുള്ള ഞങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ വാതിൽ തുടങ്ങി ബാക്കി റോം വരെയുള്ള വാതിലുകളെല്ലാം നമ്മുടെ സിസ്റ്റർ മുട്ടി. ആരും സിസ്റ്ററിനെ സഹായിക്കാനില്ലായിരുന്നു. ഞങ്ങൾ ഈ 5 പേര് സിസ്റ്ററിനെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ഇവര് സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സിസ്റ്റർ ഇങ്ങനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് സമരത്തിനിറങ്ങിയതും തെറ്റാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നുമില്ല. സന്യസ്തരായി ജീവിക്കേണ്ട വ്യക്തികൾ ഇത്തരത്തിലുള്ള സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമായി ഇറങ്ങിയാൽ സഭയ്ക്ക് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. സഭാ നേതൃത്വം തന്നെയാണല്ലോ ഞങ്ങളെ ഈ തെരുവിലേക്ക് ഇറക്കിയത്, അല്ലാതെ ഞങ്ങൾ ആരും സ്വയമേ ഇറങ്ങിയതല്ല. സഭാ നേതൃത്വം ഞങ്ങൾക്ക് നീതി തരാഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടുന്നതിന് വേണ്ടി അതും ഈ കേസ് തീരുന്നോടം വരെ ഞങ്ങള് ഇവിടെ തന്നെ നിൽക്കാനായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതും ബിഷപ്പ് ഫ്രാങ്കോ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ വീട്ടുകാർക്കെതിരെയും കേസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളും കേസിന് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഈ കേസിന് മുന്നോട്ട് പോവില്ലായിരുന്നു. കത്തോലിക്ക സഭയിലെ നീതി കിട്ടാൻ വേണ്ടി തന്നെ ഞങ്ങൾ പിന്നെയും കാത്തിരിക്കുമായിരുന്നു. അതും ഞങ്ങൾക്ക് നഷ്ടമായി. ബിഷപ്പ് ഫ്രാങ്കോ കേസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പൊരുതും. സിസ്റ്റർ അനുപമ, ഈ സ്ഥലം മാറ്റം കൊണ്ട് എന്താണ് ഈ നിങ്ങൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി എന്നതിനപ്പുറത്തേക്ക് സഭ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ? ഞങ്ങൾക്കതിൽ അച്ചടക്ക നടപടി, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചുവെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഈ ലെറ്ററുകളൊക്കെ ഞങ്ങൾക്ക് വിടുന്നത്. ഒപ്പം തന്നെ ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് സ്ഥലമാറ്റമില്ല. ഒപ്പം തന്നെ നേരത്തെ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം അനുവദിച്ചപ്പോൾ അത് നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കും എന്ന തരത്തിലൊക്കെ സിസ്റ്റർ അനുപമ പ്രതികരിച്ചിരുന്നു. നിലവിൽ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ വരുമ്പോൾ സിസ്റ്റർ അല്ലെങ്കിൽ പരാതിക്കാരിയായ സിസ്റ്ററെ കുറവിലങ്ങാട് മഠത്തിൽ നിർത്തിയതിനു ശേഷം നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്ന് മാറേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണിയോ ഭീതിയോ നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ സിസ്റ്ററിനെ മാനസികമായിട്ടും ഇമോഷണലിയും അതുപോലെ സിസ്റ്ററിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ട്രാൻസ്ഫർ തന്നിരിക്കുന്നത്. പിന്നെ ഈ ട്രാൻസ്ഫർ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ഇവര് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാദർ കുര്യാക്കോസ് മരണമടഞ്ഞതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കി ഞങ്ങളെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയാണ് ഞങ്ങളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിലല്ലേ സിസ്റ്ററിനെ തന്നെയാക്കി കേസ് ദുർബലമാകുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ നന്ദി സിസ്റ്റർ അനുപമ പങ്കെടുത്തതിന്. ചർച്ചയിൽ മറ്റ് അതിഥികളിലേക്ക് കെനഡി കരിമ്പിൻകാലായിൽ, ഒപ്പം ഷൈജു ആന്റണി, അഡ്വക്കേറ്റ് ഇന്ദുലേഖ എന്നിവരാണ്. ആദ്യം കെനഡിയിലേക്ക്. ശ്രീ കെനഡി, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ സഭയ്ക്കകത്തില്ല എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒപ്പം തന്നെ സമരത്തിനിറങ്ങിയ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഈ കന്യാസ്ത്രീകൾ സമരത്തിനിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഈ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്നു. അതായത് ഇതൊക്കെ എന്താണ് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ മനസ്സിലാക്കി കൊടുക്കുന്നത്? എന്താണ്
ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ നടക്കുന്ന ഒരു കൊള്ളരുതായ്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയാൽ പ്രതികരിച്ചാൽ അവർ പുറത്തു പോകണം എന്ന താക്കീതാണോ ഈ ട്രാൻസ്ഫറിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ ഞാൻ റിപ്പോർട്ടർ ചാനൽ അടക്കം ഇന്ന് എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളും ഒരു ഡിബേറ്റ് ഇഷ്യൂ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പല മാധ്യമങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം തന്നെ ഈ മാധ്യമങ്ങളെ ഞാൻ അഭിനന്ദിക്കട്ടെ. കാരണം ഈ പറയുന്ന ആളുകളെ ഇവർ സഭയ്ക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഒരു ഓർഗനൈസേഷനിൽ നിന്നുകൊണ്ട്, അത് സാധാരണ ഒരു ഓർഗനൈസേഷൻ പോലല്ല, ഒരു ഓത്ത് എടുത്തുകൊണ്ട് വൗ എടുത്തുകൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്ന, അതായത് ആ ഓർഗനൈസേഷൻ്റെ ആ കോൺഗ്രിഗേഷൻ്റെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാം അനുസരിച്ച് കൊള്ളാമെന്ന് വൗവെടുത്ത് എഴുതി ഒപ്പിട്ട ആളുകളായിരുന്നു പറയുന്നത്. ഞങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല, ഞങ്ങൾക്ക് പോകാൻ മനസ്സില്ല, നിങ്ങളാരാണ്, ഞങ്ങളിവിടെ തുടരും. അല്ലേ ഇതാണ് അമ്മാച്ചൻ്റെ മുതലാത്. ഈ സഭയുടെ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഇവരോട് പറയുന്ന ഒരു വിശ്വാസം എന്നുള്ള നിലയിൽ പറയുന്നു, ഒഴിഞ്ഞു പൊയ്ക്കൂടെ? എന്തിന് ഞങ്ങളുടെ സഭയെ ഈ ദിവസവും ഈ തെരുവിലിട്ട് കത്തിക്കണം? ആരാണ് ഈ നിലയിലേക്കൊക്കെ ഇവരെ കൊണ്ടെത്തിച്ചത്? ഇവർക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഈ കേരളം കണ്ടതാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്നത്. ഇത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം സമരത്തിനിറങ്ങുമ്പോൾ അവരെ അടിച്ചമർത്താൻ നിങ്ങളുടെ സഭയുടെ ഏറ്റവും പ്രഥമമായ ഒരു പണിഷ്മെന്റ് ആണല്ലോ സ്ഥലം മാറ്റം. ഇതിപ്പോൾ എത്ര പേർക്കായി സ്ഥലം മാറ്റം? സിസ്റ്റർ ലൂസി ഇപ്പോൾ അച്ചടക്ക നടപടിയിലേക്ക് പോകുന്നു. ഇങ്ങനെ നിങ്ങൾ ഈ പ്രതികാര നടപടി എന്നതിനപ്പുറത്തേക്ക് ഇതിനെ മറ്റൊന്നും പറയണ്ട. അതിന് ഇനി ആ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അധിക്ഷേപവും പരിഹാസവും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതാണല്ലോ ഇപ്പോൾ ഈ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അപർണ, അതിനകത്തൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പം ഇവർ പറയുന്ന ഇവരുടെ ഒരു സംസാരത്തിൻ്റെ സ്വാഭാവികമായിട്ടും കേരള സമൂഹത്തിന് മുന്നിൽ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കേരള സമൂഹത്തിൽ എനിക്കൊന്നു ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും കന്യാസ്ത്രീകളുടെ ആ ഒരു സന്യാസ ആ വേഷത്തിൽ തന്നെ തെരുവിൽ വന്ന് സഭയ്ക്കെതിരെ സമരം ചെയ്തു. അതുകൊണ്ടാണല്ലോ വാഷിംഗ്ടൺ പോസ്റ്റും ലോസ് ആഞ്ചലസ് ടൈംസും അടക്കം ലോകം മുഴുവനുള്ള മാധ്യമങ്ങളിൽ അത് വരികയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും നമ്മളിത് പൂർണ്ണമായി ഇവരെ അങ്ങ് വിശ്വാസത്തിലെടുക്കും. കാരണം ഇവർ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന കക്ഷികളാണ്. ഇവരെന്താ ജീവിതം മുഴുവൻ ത്യാഗമാണ്. പക്ഷേ ആ കാട്ടുതറ അച്ഛൻ്റെ മരണത്തിനോട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഒച്ചമ്പകളൊക്കെ ഉണ്ടായപ്പം ആ ഇറങ്ങിയ വീഡിയോയ്ക്കകത്തൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളോട് ചോദിക്കുന്നു, നീ ആരടാ? ആ ചോദ്യത്തിൻ്റെയൊക്കെ ആ ഹുങ്കും ആ സ്റ്റൈലും കേട്ടാൽ അറിയാം വെറും പാവങ്ങളാണ്. ചോദ്യത്തിന്റെ ഹുങ്കിനെ കുറിച്ച് പറഞ്ഞാൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി പഞ്ചാബിൽ നിന്ന് ദില്ലിയിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തിയ ചില കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മാധ്യമങ്ങളോട് സംസാരിച്ച ഭാഷ, ആ ഭാഷ കേരളത്തിലെ മാധ്യമങ്ങളുടെ വിഷ്വൽ ലൈബ്രറികളിൽ അത് സുരക്ഷിതമാണ്. അവർ എത്ര വലിയ ആക്രോശത്തോടു കൂടിയാണ് മാധ്യമങ്ങളോടും ഒപ്പം തന്നെ അവിടെ കൂടിയിരുന്ന സമൂഹത്തോടും പെരുമാറിയത് എന്നുള്ളത്. മാത്രമല്ല, താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായല്ലോ, ഈ കന്യാസ്ത്രീകൾ അവർ ഗതികെട്ട് സഹികെട്ടാണ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അത് ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല. മാത്രമല്ല, ആ കാണിച്ച ആർജവത്തിന് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നീതി ലഭിക്കണം, വിക്ടിമിനോടൊപ്പം നിൽക്കുന്നു എന്ന് കരുതിയ സമൂഹം മുഴുവൻ ആ കൂടെ നിൽക്കുകയായിരുന്നു, ആ സമരത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. അതിന്റെ ബാക്കി പത്രം എന്നോണം ഇപ്പോൾ അവരെ ക്രൂശിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഡൽഹിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അവർ മാധ്യമങ്ങൾ ഇങ്ങനെ പുറകെ ചെല്ലുമ്പോഴത്തേക്ക് അവർ അങ്ങ് നടന്നു പോകുന്നു. ഇങ്ങനെ അവരെ സംബന്ധിച്ചോളം അവർക്ക് അത്ര ഒരു ഡിപ്ലോമസി ഒന്നുമില്ല, പൊളിറ്റീഷ്യൻസ് ഒന്നും അല്ലല്ലോ. അവരെ സംബന്ധിച്ചോളം സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു മാധ്യമങ്ങളും അത് എടുക്കുന്നില്ല. ഒരു വശം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രശ്നം ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ആ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഇതിലൊരു കന്യാസ്ത്രീ ആക്രോശിച്ചു എന്ന് പറഞ്ഞപ്പോൾ മറ്റേ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ദയവായി തുടരുക. ശ്രീ ഷൈജു ആന്റണി, ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുന്നത് സിസ്റ്റർ ലൂസിയുടെ കാര്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ 4 കന്യാസ്ത്രീകൾ സ്ഥലം മാറ്റം, അതിൽ സിസ്റ്റർ അനുപമയ്ക്ക് പഞ്ചാബിലേക്കാണ് സ്ഥലം മാറ്റം. ഈ സ്ഥലം മാറ്റത്തെയൊക്കെ തന്നെ പ്രതികാര നടപടി എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സഭ അല്ലെങ്കിൽ സന്യസ്ത ജീവിതം നയിക്കുന്നവർ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ടല്ലോ, അത് പാലിക്കാത്തത് കൊണ്ട് സഭ സ്വീകരിക്കുന്ന സ്വാഭാവിക നടപടി മാത്രമാണ് എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയുമോ? അപർണ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ മനസ്സിലാക്കുന്നതനുസരിച്ച് അപർണ സിസ്റ്റർ അനുപമയോട് അത് ചോദിച്ചതായി ഞാൻ കണ്ടില്ല. എങ്കിലും ഞാൻ പറയാണ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ ഇപ്പോൾ ജലന്ധറിൽ ബിഷപ്പായിട്ടുള്ള ആഗ്നലോ ബിഷപ്പിന് അവർ കത്തെഴുതിയിരുന്നു. അവർ കത്തെഴുതുകയും ഈ
കേസിൻ്റെ നൂലാമാലകൾ തീരുന്നത് വരെ ഇവിടെ തുടരാൻ അനുവദിക്കണമെന്ന് ബിഷപ്പിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് ആ റിക്വസ്റ്റ് കിട്ടിയ പാടെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബിഷപ്പ് തിരിച്ച് ഇവരെ വിളിച്ചു, ഇവരുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ചു. സാഹചര്യങ്ങൾ അന്വേഷിച്ചിട്ട് ബിഷപ്പ് തന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മദർ ജനറാലിനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കാം എന്നാണ് ബിഷപ്പ് പറഞ്ഞത്. ബിഷപ്പ് മദർ ജനറാലിനെ നേരിട്ട് പോയി കാണുകയും ചെയ്തു. കണ്ടതിന് ശേഷം ബിഷപ്പ് മുന്നോട്ട് വെച്ചൊരു സജഷൻ, ഈ കേസിൻ്റെ നൂലാമാലകൾ തീരുന്നത് വരെ ദയവ് ചെയ്ത് മറ്റ് കന്യാസ്ത്രീകളെ അവിടെ നിന്ന് പിൻവലിക്കൂ, ഇവർ 6 പേർ മാത്രമായി മഠത്തിലുണ്ടാകട്ടെ എന്നാണ് ബിഷപ്പ് ആഗ്നലോ മുന്നോട്ട് വെച്ച ഒരു സജഷൻ. എന്ന് ഞാൻ പറഞ്ഞു വന്നാൽ അതിൻ്റെ അർത്ഥം, ഇതിനകത്ത് സഭ ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. ജലന്ധറിൽ ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ അല്ല. ജലന്ധറിലെ അഡ്മിനിസ്ട്രേറ്റർ എടുത്തിരുന്ന തീരുമാനം ഈ 6 പേർ തനിച്ചിവിടെ നിൽക്കട്ടെ എന്ന് തന്നെ ആയിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു, അങ്ങനെ 6 പേരെ തനിച്ച് നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് പിതാവേ, 2 പേരെ, ഇപ്പോൾ ഉള്ള 2 പേരെ മാറ്റി പകരം 2 പേരെ കൂടി വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അതിനെല്ലാത്തിനും ശേഷം ഇപ്പോഴെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടായത്? അതിനൊരൊറ്റ കാരണമേ മുമ്പിലുള്ളൂ. ഇപ്പോൾ പുതുതായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമേ സംഭവിച്ചുള്ളൂ. എന്താണെന്നറിയാമോ? ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്തു. എത്രയും പെട്ടെന്ന് കുറ്റപത്രം പുറത്തു വരാൻ പോകുന്നു, എത്രയും പെട്ടെന്ന് വിചാരണ നടക്കാൻ പോകുന്നു. അങ്ങനെ വിചാരണ നടക്കുന്ന സമയത്ത് വിചാരണയ്ക്ക് പോകേണ്ട കന്യാസ്ത്രീയെ ബലഹീനയാക്കുവാൻ വേണ്ടിയും കൂടെ സാക്ഷി പറയേണ്ടവരെ വലിയ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയുമുള്ള വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ഒരു പ്രവർത്തനം ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഈ ജനം മുഴുവൻ ഈ കേസേ മറന്നുപോയിരുന്നതാണ്. വെറുതെ കുത്തിപ്പൊക്കി അനാവശ്യമായി സഭ വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കാലം മാറിപ്പോയി, സമയം മാറിപ്പോയി. പക്ഷേ ശ്രീ ഷൈജു ആന്റണി, സഭ ഇത് വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ പെരുമാറുന്നത് ആദ്യത്തെ പ്രാവശ്യമല്ലോ, പലരോടായി പലപ്പോഴായി ചെയ്തു. എന്തിനാണ് ഈ പരാതി പോലും ഉണ്ടാകുന്നത്? ആ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് സിസ്റ്റർ ലൂസിയുടെ കാര്യം വന്നു, അവസാനം ഈ കന്യാസ്ത്രീകളിലെത്തി നിൽക്കുന്നു. ഇത് ഈ പ്രതികാര നടപടി എന്ന് പറയുന്നത് ഈ സഭ ഈ ഒരു കുത്തകയായി കൈവശം വെച്ചിരിക്കുകയാണോ? അതിനെ മൊത്തത്തിൽ സഭയെ പറയണ്ട. ഏതാനും ആളുകൾക്ക് അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഞാൻ പറയട്ടെ. ഈ കേസ് തന്നെ ഇല്ലല്ലോ. FIR 725 എന്ന് പറയുന്ന FIR ഇല്ലെങ്കിൽ 746 എന്ന് പറയുന്ന FIR ഇല്ല. ഈ കേസ് ഒരു വൈരാഗ്യതയുടെ പുറത്ത് തുടങ്ങിയതാണ്. FIR നമ്പർ 725 ഉണ്ടായത് കൊണ്ടാണ് FIR നമ്പർ 746 ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസേ ഇല്ല. അപ്പോൾ ഒരു വൈരാഗ്യ ബുദ്ധിയുടെ തുടക്കമാണ് ഈ കേസിൻ്റെ ആരംഭം തന്നെ. പിന്നീട് അങ്ങോട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് പറഞ്ഞാൽ, കുറേ കാലങ്ങളായി ഞങ്ങളുടെ സഭയിൽ ആരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതുവരെ എല്ലാം മിണ്ടാതെ നിന്ന് വലിയ അനുസരണത്തിൻ്റെ വ്രതമെന്ന വാളോങ്ങി എല്ലാവരും മിണ്ടാതിരുന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഞങ്ങൾ പതുക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. അതെന്താ പിതാവേ അങ്ങനെ, ഇതെന്താ പിതാവേ ഇങ്ങനെ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. അനുസരണം റെസ്പോൺസിബിൾ ഒബീഡിയൻസ് ആയി മാറിയത് ഇപ്പോഴാണ്. ഇതുവരെ ഇത് റെസ്പോൺസിബിൾ ഒബീഡിയൻസ് ആയിരുന്നില്ല, മറിച്ച് ഒരു തരം സ്ലേവറിയായി അനുസരണം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാറ്റത്തെ അംഗീകരിക്കാൻ തൽക്കാലം സഭയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, മറ്റൊന്നുമല്ല. ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു മാറ്റമാണ്. ഈ മാറ്റത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കാലത്തിലെ മാറ്റങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും മുമ്പിലില്ല. കാരണം പഴയ ഒരു സമയം കഴിഞ്ഞുപോയി. അതാണ് ദയവായി തുടരുക. അഡ്വക്കേറ്റ് ഇന്ദുലേഖ, ഇപ്പോൾ നിങ്ങൾ നടത്തിയ ഈ സമരം, ആ സമരത്തിന് പിന്തുണയുമായി 5 കന്യാസ്ത്രീകൾ എത്തുന്നു. ഒപ്പം തന്നെ ഈ സമരം അന്തർദേശീയ ശ്രദ്ധ പോലും ആകർഷിക്കുന്ന നിലയിലേക്ക് എത്തി. നേരത്തെ കന്നഡ സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ മാധ്യമങ്ങൾക്കൊക്കെ തന്നെയും വലിയ ഹെഡ്ലൈൻസ് ആയിരുന്നു ഈ വാർത്ത. ആ നിലയിൽ സമരം നടത്തി അല്ലെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ ജയിലഴിക്കുള്ളിലാകുന്നത് വരെ നിങ്ങൾക്കൊപ്പം കൂടെ നിന്ന കന്യാസ്ത്രീകളാണ് ഇപ്പോൾ പണിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും മറ്റൊരു സമരത്തിലേക്ക് പോകേണ്ട സമയമായെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കന്യാസ്ത്രീകളോട് നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരവിടെ നിന്നും പോകുന്നില്ല എന്നാണ്. കുറച്ചു മുമ്പ് കാൻഡി ചേട്ടൻ ഇവിടെ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, അവരുടെ അമ്മാച്ചൻ്റെ വകയല്ലെന്ന് ഇതൊന്നും.
അപ്പം അതിന് മറുപടിയോടുകൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. ഈ പറയുന്ന സ്വത്തുക്കളൊക്കെ ഞങ്ങൾ വിശ്വാസികൾ നേർച്ച കാഴ്ചകൾ ഇട്ടത് വെച്ച് ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് ഈ സ്വത്തുക്കളൊക്കെ. അപ്പം അവിടെ ആര് താമസിക്കണമെന്നും ആരെ പുറത്താക്കണമെന്നും തീരുമാനിക്കേണ്ടത് ബിഷപ്പുമാരല്ല, മറിച്ച് വിശ്വാസികളാണ്. അതുകൊണ്ട് തീർച്ചയായും ആ സിസ്റ്റർമാരെ അവിടെ നിന്നും ബലമായി പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ സമരം കുറവലങ്ങാട്ട് സമരം തുടർന്നിരിക്കും. KCRM കേരള കാത്തലിക് റിഫോർമേഷൻ മൂവ്മെന്റ് അവരെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി സമാധാനത്തിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളുടെ സഹോദരിമാരാണവർ. ഞങ്ങളുടെ സഹോദരിമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഇത്രയും നാളും ഞങ്ങളുടെ ഒപ്പം നിന്നിരുന്ന സിസ്റ്റേഴ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായും ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും അവരെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ഇറക്കി വിടാൻ കഴിയില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ്. അതാണ് ശ്രീ കെനഡി കരിമ്പൻകലായിൽ ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒപ്പം തന്നെ അവർക്ക് പിന്തുണയുമായി കേരളത്തിലെ ഒട്ടുമിക്ക പേരും എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ദുലേഖ പറഞ്ഞതനുസരിച്ച് വീണ്ടും ഒരു സമരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടതുണ്ടോ? അവർ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അവർക്ക് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഇതിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം ഈ ട്രാൻസ്ഫർ ഓർഡർ അല്ല ഇപ്പം ചെന്നത്. ഇപ്പം കൊടുത്തത് കഴിഞ്ഞ ദിവസം സിസ്റ്റർ ലൂസിക്ക് കൊടുത്തതുപോലെ ഒരു വാർണിംഗ് ലെറ്ററിൻ്റെ സ്വഭാവത്തോടു കൂടിയ ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ കൊടുത്തൊരു ട്രാൻസ്ഫർ അവർ ഈ എല്ലാം അതെ അവർ റിമൈൻഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവർ ഇഗ്നോർ ചെയ്തിട്ട് സഭയും കോൺഗ്രിഗേഷനെയും വെല്ലുവിളിക്കുകയും ധിക്കരിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു വാർണിംഗ് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനവർ മറുപടി കൊടുക്കുന്നില്ല, ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറയുമ്പം എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും അവർ ലൈനിൽ ഇല്ലെന്ന് തോന്നല്ലേ, അല്ലെങ്കിൽ നേരിട്ട് ഞാൻ പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. ഒരു വിശ്വാസം എന്നുള്ളതിൽ എനിക്ക് വളരെ ആഹ്ലാദമുണ്ട്. കാരണം സ്വാഭാവികമായും കാനോൻ ചട്ടം അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രൊസീജിയർ ഫോളോ ഉണ്ടാവും. കന്നഡ ചേട്ടാ, ഞാൻ വേറൊരു സംശയം എൻ്റെ ഇടയിൽ ചോദിച്ചു. തീർച്ചയായിട്ടും ഒന്ന്, ഈ ബിഷപ്പ് ആഗ്നലോ ആണ് ഇപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. അതെ അതെ. ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരു കാര്യം മദർ ജനറലിനോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞൊരു സജഷൻ വെക്കുന്നു. മദർ ജനറൽ അതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അത് സഭാവിരുദ്ധമാവോ ഇല്ലയോ? അല്ല, എന്താണെന്നറിയാമോ, അല്ല അത് സഭാവിരുദ്ധമാവോ ഇത് പറയുമ്പോൾ ഷൈജു ഇത് പിന്നെ ഈ കാര്യത്തിൽ മാത്രമല്ല, സഭയ്ക്കെതിരെ സഭയെ ഒന്ന് തല്ലാൻ സമൂഹ മധ്യത്തിൽ സഭയെ ഇകഴ്ത്താൻ കിട്ടുന്ന ഒരു വകുപ്പും പാഴാക്കിയിട്ടുള്ള ആളല്ല താങ്കൾ. അപ്പൊ താങ്കൾ ഈ പറയുന്ന കാര്യം കൃത്യമാണല്ലോ. അതായത് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് ഇപ്പൊ ബിഷപ്പ് ആഗ്നലോ അദ്ദേഹം മദർ ജനറലിന് അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ ഇവിടെ നിന്നോട്ടെ, ഈ 6 പേരും ഇവിടെ നിന്നോട്ടെ എന്നൊരു നിർദ്ദേശം പറയുകയും ആ മദർ ജനറൽ അതനുസരിക്കാതെ ഇപ്പോൾ അവർക്ക് വീണ്ടും ഒരു വാർണിംഗ് ലെറ്റർ കൊടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഈ ചട്ടത്തിൽ പെടുന്നതാണ്. അപർണ എന്താണെന്നറിയാം, അതിനകത്ത് നോക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷൈജു പറഞ്ഞതൊന്നും മെറ്റീരിയൽ എവിഡൻസ് ഇല്ല. ഷൈജു ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ഷൈജു മുമ്പ് പറഞ്ഞു പിന്നെ ഇപ്പൊ ഏതാണ്ട് എല്ലാവരും ഇതാണല്ലോ ഇപ്പൊ പ്രശ്നം. കാരണം കാനോൻ ചട്ടം പാലിക്കുന്നില്ല, അതായത് സിസ്റ്റർ അനുപമയും കൂട്ടുകാരും കാനോൻ ചട്ടം പാലിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. ബിഷപ്പിന് ഒരു നീതിയും സിസ്റ്റർമാർക്ക് ഒരു നീതിയുമാണോ? അങ്ങനെ പറയാൻ കഴിയില്ല. എന്താണെന്നറിയാമോ, ഈ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീ എന്ന് പറയുന്നത് അവിടുന്ന് നേരത്തെ ഒരു ട്രാൻസ്ഫർ അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ചികിത്സയ്ക്കായിട്ട് എനിക്ക് ഇവിടെ തുടരണം. കോൺഗ്രിഗേഷൻ അവർക്ക് 1 ഇയർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോഴും അവർക്ക് ട്രാൻസ്ഫർ ഇല്ല. ശരി, ഇല്ല നീതി അങ്ങനെ പറയരുത്. പിന്നെ ഷൈജു ഇപ്പൊ പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടെ ഇപ്പൊ ഏതാണ്ട് പെരുമാറുന്നത് വൈരാഗ്യ ബുദ്ധിയല്ല. ഇതൊരു കൃത്യമായ ചുറ്റവട്ടത്തോട് പോകുന്ന ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു കോൺഗ്രിഗേഷനാണ്. അതിനകത്ത് കൊടുത്താലൊന്നും അനുസരിക്കില്ല, പറയുന്നു അനുസരിക്കില്ല, ധിക്കാരം പറയുമെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് വരണ്ടേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ നിലനിൽക്കുമോ അങ്ങനെ പോയാൽ? ശ്രീ കന്നഡി, ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്ക് ഇത് പ്രതികാര ബുദ്ധിയോടുകൂടിയല്ല, വൈരാഗ്യ ബുദ്ധിയോടുകൂടിയല്ല, സ്വാഭാവികമാണ്. ആഗോള ചട്ടം അല്ലെങ്കിൽ ആഗോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭ ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? എന്തൊക്കെയാണ് ഈ സഭയിൽ നടന്നത്? ഈ സഭയെക്കുറിച്ച് പുറത്തു വന്ന വാർത്തകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം സിനഡിൽ ഉണ്ടായത് സഭ സുതാര്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പലരുടെയും പോരാട്ടം തന്നെയായിരുന്നു. അതിൽ ഈ സിസ്റ്റർമാർ തെരുവിലിറങ്ങി നടത്തിയ സമരത്തിന് ചെറുതല്ലാത്ത രീതിയിലുള്ള പങ്കുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സഭ ഇനിയെങ്കിലും തെരുവിലിട്ട് അലക്കപ്പെടരുതെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീ കന്നഡി, അല്ല എന്താണെന്നറിയാം, ഇവരുടെ സംസാരത്തിനകത്ത് ഇപ്പോഴും മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇവരിപ്പോഴും പറഞ്ഞത് എന്താണ്, പിന്നെ ഫ്രാങ്കോ പിതാവിനെ ജയിലിൽ ആരാണ്ട് പോയി കണ്ടു, ഞങ്ങളെ ആരും വന്ന് കണ്ടില്ല.
ജീവനുള്ള ആരെങ്കിലും ഇവരെ പോയി കാണുമോ? എന്തുകൊണ്ട് കണ്ടാലും എന്താ ആറ്റം ബോംബെടുത്ത് അരയെ വെക്കുന്നതാണ് കൈ പോകല്ലേ? അതെങ്ങനെ ഇവരെ പോയി കണ്ടാൽ കേസിലെ പ്രതിയാവും. അല്ല ഇത് കണ്ടവരാരും പ്രതിയായിട്ടില്ല. കേസിൽ എർത്തയിലച്ഛന്റെ കാര്യം മറന്നുപോയോ? ആ പാവപ്പെട്ട ആള് ചെന്ന് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ ഇപ്പൊ എന്താണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയല്ല, ഈ മടം ഞങ്ങൾ കെട്ടിപ്പിടിക്കാൻ പോണ്. എർത്തയിലച്ഛൻ പറഞ്ഞത് അത് തന്നെയല്ലേ? അല്ല, നിങ്ങൾക്ക് അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? എത്ര പ്രാവശ്യമായി നിങ്ങൾ ഈ കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇത് 1 or 2 പ്രാവശ്യമാണോ നിങ്ങൾ ഈ സമരത്തിന് പിന്നാലെ, അല്ലെങ്കിൽ ആ പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് ആ പിന്തുണ കൊടുത്ത ആ കാലം മുതൽ ഈ കന്യാസ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം ഇതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ആരും എന്തുകൊണ്ടാണ്, ശരിയാണ്, നമ്മൾ നേരത്തെ ദിലീപിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ദിലീപിനെ പോയി കാണാൻ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ പെൺകുട്ടിയെ എത്ര പേർ പോയി കണ്ടു, ആശ്വസിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ച് പല പ്രാവശ്യവും ചോദ്യം വരുന്നു. അതേ കാര്യം തന്നെയാണ്, വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ബിഷപ്പിനെ കാണാൻ ആളുണ്ട്, ബിഷപ്പ് പ്രബലനാണ്, ബിഷപ്പിന് മണി പവർ ഉണ്ട്, മസിൽ പവർ ഉണ്ട്. ഇതൊന്നുമില്ലാത്ത കന്യാസ്ത്രീകളെ കാണാനോ സഹാനുഭൂതി പങ്കിടാനോ നിങ്ങൾ ആരും തയ്യാറാകുന്നില്ല. സിമ്പിൾ ആണ് കാര്യം. ഞാൻ പറയട്ടെ, എൻ്റെ കൃത്യമായിട്ട് തെളിവില്ല, എന്നാലും ഇപ്പൊ ഈ ഷൈജു പറഞ്ഞ കണക്ക് ഒരു 2 കന്യാസ്ത്രീകൾ പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിരുന്നു. ആ മുറി അവിടെ പൂട്ടിയിട്ടിരുന്ന മുറിയാണ്. ഞാൻ പേര് പറയുന്നില്ല. ഇക്കൂട്ടത്തിൽ ഒരാൾ ആ താഴെ തല്ലിപ്പൊളിച്ച് അതിനകത്ത് കയറി താമസിച്ചു ഒറ്റയ്ക്ക്. ആ കന്യാസ്ത്രീകൾ വന്നിട്ട് താമസിക്കാൻ മുറിയില്ലാതാക്കി കളഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയുള്ള പഴമിഴുങ്ങികളല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. സ്വന്തം കാര്യം ഇത്രയും സഭയെ പരസ്യമായി വെല്ലുവിളിക്കാൻ കഴിവുള്ളവരെ നിങ്ങൾ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവർ എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ അതിജീവനമാണ്. അവർക്ക് ജീവനിൽ ഭീതിയുണ്ട്. നമുക്കറിയാമല്ലോ ബിഷപ്പ് ഫ്രാങ്കോയുടെ മണി പവർ എത്രയാണെന്നും ബിഷപ്പ് ഫ്രാങ്കോയുടെ സ്വാധീനം എത്രയാണെന്നും അറിയാത്തതല്ലോ കെന്നഡിക്കും ഈ ഇരിക്കുന്ന പാനലിരിക്കുന്ന ഓരോരുത്തർക്കും. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പേടിയുണ്ട്. 5 കന്യാസ്ത്രീകളാണ് അവർക്കൊപ്പം നിൽക്കുന്നത്. കുറച്ച് സമര അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന കുറച്ച് വെൽവിഷേഴ്സ് ആണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് എന്ത് പവർ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? എത്ര പ്രാവശ്യമായി ഇവരെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവര് ഇപ്പൊ കഴിഞ്ഞ ഈ കുറെ കാലങ്ങളായി സഭയെ ഇങ്ങനെ കുറ്റം പറയുന്നു. ഇതിനകത്ത് ഈ സഭയെ കുറ്റം പറഞ്ഞിട്ടില്ല. മോശം, മോശം, അച്ഛന്മാര് മോശം, മെത്രാൻ മോശം. ഞങ്ങളുടെ വഴിക്ക് വിടേണ്ട പെങ്ങന്മാരെ. നിങ്ങൾ നല്ല ആൾക്കാർ തലേന്ന് പോകും. ശ്രീ കെന്നഡി, ഇത്രയും സമയം സിസ്റ്റർ അനുപമ സംസാരിച്ചതിൽ സഭയെ അധിക്ഷേപിച്ച് പറഞ്ഞ ഒരു വാക്ക് പറയൂ. എപ്പോഴാണ് അധിക്ഷേപിക്കാതിരിക്കുന്നത്? അല്ല, ഏതെങ്കിലും ഒരു വാക്ക് കൃത്യമായി പറയൂ. ഫ്രാങ്കോ പിതാവ് ജയിലിൽ കിടക്കുമ്പോൾ ഇവര് മുഴുവൻ പോയി ജയിലിൽ പോയി കണ്ടു. മഹാപരാധം തന്നെയാണ്. ഞങ്ങളെ വന്ന് കണ്ടില്ല. ഞാൻ പോയി കാണണ്ട. സഭയെ അധിക്ഷേപിച്ചത് എപ്പോഴാണ്? ഞാനൊന്ന് ഫോൺ ചെയ്താൽ ധൈര്യത്തോടൊന്ന് ഫോൺ ചെയ്യുമോ ഇവരെ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഫോൺ ചെയ്യണമെന്നുണ്ട്. എനിക്ക് എങ്ങനെ, ഞാൻ എന്ത് വിശ്വസിച്ച് ഫോൺ ചെയ്യും? കർദിനാളിനെ കുടുക്കിയ പാർട്ടിയാ. നമ്മുടെ കാര്യം എന്താവും? നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം വിട്ടു തരും. ഇവർക്ക് ട്യൂഷൻ മാസ്റ്റേഴ്സ് ഉണ്ടാ പറഞ്ഞ കൃത്യമായ ക്ലാസ് കഴിഞ്ഞാൽ ഇവർ ഓരോന്ന് ചെയ്യുന്നത്. എർത്തയിലച്ഛൻ ആദ്യം വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ടേപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് AMGയുടെ ഉപദേശം ചെന്നത്. വീണ്ടും വിളിച്ചിട്ട് ടേപ്പ് ചെയ്യും. അങ്ങനെ ടേപ്പ് ചെയ്യിച്ചു, അങ്ങനെ തെളിവുണ്ടാക്കി. അത്തരം കാര്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാ. അതെ, വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് ടേപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ ടേപ്പ് ചെയ്തു. ഞാൻ അതാ പറഞ്ഞ, അപ്പൊ ജീവനുള്ള ആരെങ്കിലും ഞാൻ ഇന്ന് സിസ്റ്റർ അനുപമയെ വിളിച്ചു. എനിക്കെതിരെ പ്രത്യേകിച്ച് കേസൊന്നും നിലവിലില്ല. വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന അറിയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, എർത്തയിലച്ഛൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞുതരാം. എന്താണ്? നിങ്ങൾക്ക് ഒരു മഠമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങളില്ല. അങ്ങനെ നല്ല ഒരു പാവം ഇതായിട്ട് ഇപ്പൊ അവസ്ഥ അറിയാമോ? സ്വാധീനിക്കാണോ? അങ്ങനെ കുടുക്കിയ ശേഷം ഇപ്പൊ പറയുന്നത് ഈ സഭയുടെ സ്ഥാനത്തിനാണെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഇതിനു മുമ്പും നോക്കണം. ആ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീ വെച്ചൊരു ഡിമാൻഡ് ഒരു മഠം ചോദിച്ചിരുന്നു. സ്വാധീനിക്കാൻ ശ്രമിച്ചത് തന്നെ ആയിരുന്നില്ലേ? അതിന് വ്യക്തമായ തെളിവുകൾ അവർ ഉണ്ടാക്കി എന്നുള്ളതാണോ? ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ അല്ലേ ആളുകൾ? നിങ്ങൾ പിന്നെ പറയും ഇല്ല, അങ്ങനൊന്നുമില്ല, ഞങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഈ കന്യാസ്ത്രീകൾ ഇങ്ങനെ ആറ്റം പോകുമ്പോൾ തലയെ കൊണ്ട് നടക്കുകയാണെന്ന് പറയുന്നത് പരാതി പറയുന്ന ആരും വന്ന് കാണുന്നില്ല, ആരും വിളിക്കുന്നില്ല. വിളിക്കാൻ ഭയമാണ്. നിങ്ങൾ വിളിക്കുന്നത് ജെന്യുവിനായ ഇന്റൻഷനോട് കൂടി വിളിക്കൂ. അവർ സംസാരിക്കാൻ തയ്യാറാകും. അല്ലാതെ നിങ്ങൾ സ്വാധീനിക്കാൻ വേണ്ടി, ഫ്രാങ്കോ പിതാവിനെ രക്ഷിക്കാൻ വേണ്ടി ഒക്കെ വിളിക്കുമ്പോഴാണ്
അവർ സ്വാഭാവികമായും ഈ ഒരു സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ, സ്വാഭാവികമായും ആ കന്യാസ്ത്രീക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അവരെ മറ്റൊരു ഇന്റൻഷനോട് കൂടി വിളിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ടേപ്പ് ചെയ്യാൻ ശ്രമിക്കും, അവർ തെളിവുണ്ടാക്കാൻ ശ്രമിക്കും. അതൊരു കുറ്റം കാണുന്നത് നമ്മൾ കർദിനാളുമായിട്ടുള്ള ആ ഓഡിയോ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹമാണ് പറയുന്നത് നിങ്ങൾ വക്കീലിനെ കാണണം, കേസ് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ വക്കീലിനെയൊക്കെ കൂടെ കണ്ടിട്ടേ ചെയ്യാവൂ. അദ്ദേഹം പറഞ്ഞനുസരിച്ച് അവർ കേസിന് പോയെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചെയ്തെന്താ? അതല്ല, അത് വെളിയിലോട്ട് കൊടുത്ത് അദ്ദേഹം പണിതു. അതല്ല, ഇവരുടെ കൈക്ക് എന്ന് വീണാ പണി കിട്ടും. അല്ല കന്നഡ ചേട്ടാ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്, ആ കന്യാസ്ത്രീകൾ ചെയ്തിട്ടുള്ളത് അവർക്കൊപ്പം പ്രവർത്തിക്കുന്ന അവരുടെ ഒരു സഹപ്രവർത്തകയ്ക്കൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതിൽ ആ കന്യാസ്ത്രീകളെ യാതൊരു വിധത്തിലും ഒരു വാക്കുകൊണ്ട് പോലും അപമാനിക്കാൻ ഈ ചർച്ചയിൽ ഞാൻ അനുവദിക്കില്ല. ശ്രീ ഷൈജു ആന്റണി, ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ ഇത് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും പുതുതായി താങ്കൾ പറഞ്ഞു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നതിന്റെ ഒരു വേവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സ്ഥലം മാറ്റം. അതുകൊണ്ട് പക്ഷെ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? കാരണം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നു, അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സ്ഥലം മാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായും അത് മാധ്യമങ്ങളിൽ നിറയും, ചർച്ചകൾ ചെയ്യപ്പെടും. പക്ഷെ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുക ഇത്തരത്തിൽ ഈ സമയത്തൊരു നടപടി എടുക്കുന്നത് കൊണ്ട്? ഒരു ഗുണവും ഉണ്ടാവില്ല. ഒന്ന്, അവരത് ബോധ്യത്തോടു കൂടി അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവർ വിചാരിച്ചത് ഒന്ന് ഭയപ്പെടുത്തി ഈ കന്യാസ്ത്രീകളെ പലയിടത്തേക്ക് മാറ്റാമെന്നാണ്. സിസ്റ്റർ അനുപമയെ കൊണ്ടേ പഞ്ചാബി കൊണ്ടേ നിർത്തി ഉള്ള മൊബൈൽ ഫോണും മേടിച്ച് വെച്ച് ബാക്കിയെല്ലാം മേടിച്ച് വെച്ചാൽ പിന്നെ സിസ്റ്റർ അനുപമ ഒരാളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായി മാറണം. അത്തരത്തിൽ ബാക്കിയുള്ള ആളെ മറ്റൊരു സിസ്റ്ററെ ഇവിടെ ജാർഖണ്ഡിൽ കൊണ്ടേ നിർത്തുന്നു, കയ്യിൽ നിന്ന് മൊബൈലും മേടിച്ച് വയ്ക്കുന്നു, ബാക്കിയെല്ലാം മേടിച്ച് വയ്ക്കുന്നു, ആരും മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി വിചാരണ നടക്കാൻ പോകുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോലും കൂട്ടത്തിൽ ഒരാളില്ലാത്ത തരത്തിൽ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീയെ ഒറ്റപ്പെടുത്തലാണ് ഒന്നാമത്തെ ലക്ഷ്യം. അടുത്തത്, സാക്ഷികളായി വളരെ പ്രധാനപ്പെട്ട സുപ്രധാന സാക്ഷികളായിട്ടുള്ളവരാണ് കൂട്ടത്തിലുള്ള 5 പേരും. അവരെ ചിതറിപ്പിച്ച് ഒറ്റയ്ക്കായി കൊണ്ടുപോയി മാനസികമായി പീഡിപ്പിച്ച് വിഷമിപ്പിച്ച് നിർത്തുക. അവരുടെ ഒരു വിചാരണ വേളയിൽ അവരുടെ മൊഴിയെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്ക് മൊഴിയെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്വാഭാവികമായി മൊഴി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുക. അത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയല്ലേ? ഇതൊക്കെ ആലോചിച്ചുറപ്പിച്ച് ചെയ്യുന്നതാണെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയ ഒരു ബിഷപ്പ് പോലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പിതാവ് പോലും പറഞ്ഞിട്ട് അതിനെതിരെ ഒരു നിലപാടെടുക്കേണ്ട ആവശ്യം എന്താണിപ്പോൾ? ശ്രീ അഡ്വക്കേറ്റ് ഇന്ദുലേഖ, ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ അവർ പറയുന്നു അവർ ആ മഠം വിട്ടിറങ്ങാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും അത് എത്രത്തോളം പ്രായോഗികമാണ്? അത് പ്രായോഗികമായ ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതിലിപ്പോൾ ഈ പറഞ്ഞ നടപടിക്ക് വ്യക്തമായ ഹിഡൻ അജണ്ടയുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് കൊല്ലുക എന്ന് പറയുന്നത് കൊണ്ട് കത്തിയെടുത്ത് കൊല്ലണമെന്നൊന്നുമില്ല. മാനസികമായി പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇവരെ ഒറ്റയ്ക്കൊറ്റയ്ക്കാക്കി മാനസികമായി പീഡിപ്പിച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശമാണ്. അതായത് ഈ കേരളത്തിൽ അവർക്ക് കിട്ടുന്ന മാധ്യമങ്ങളിൽ നിന്നാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അവരെ വീക്കാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവരവിടെ തുടരും. അങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ അവരെ പിടിച്ചിറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ ഇരിക്കില്ല. കാരണം ഇത്രയും നാളും നമ്മൾ ആ കന്യാസ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർ ജയിലിലാകേണ്ടി വന്നാലും ആ അമ്മമാരെ അവിടെ തന്നെ നിർത്തുവാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. കാരണം അത് ആവശ്യമാണ്. അപ്പോൾ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ കേസ് എത്തുന്നതിന് മുമ്പ്, അതായത് പോലീസിന് മുമ്പിൽ കൊടുക്കുന്ന മൊഴിയൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഈ പറയുന്ന മൊഴികളൊക്കെ തന്നെയും കോടതിയിൽ സമർത്ഥിച്ചാൽ മാത്രമേ അതിന് നിയമസാധുതയുള്ളൂ. അത്തരം സാഹചര്യത്തിൽ ഇവരെ പല സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതുകൂടെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുവാനും ഇല്ലാതാക്കുവാനും, ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാതാക്കുവാനായി ഏറ്റവും നല്ല ഒരു അജണ്ടയാണിത്. ഇവരെ മാനസികമായി തകർത്തി അവരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർ കോടതിയുടെ മുമ്പിൽ മൊഴി പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുക. അതിനുവേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളെ ഇപ്പോൾ സഭയുടെ നിയമം അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഇൻഡാസ് അനുസരിച്ചില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ നമ്മളെ കൊല്ലാനായിട്ട്, അല്ലാതെ നമുക്ക് ജീവഭയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം രീതിയിൽ അവിടെ തുടരുന്നതിനെ അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, കേരളത്തിലെ ക്രിസ്ത്യാനികളിലെ ഭൂരിഭാഗവും ആ കന്യാസ്ത്രീക്കൊപ്പമാണ്, ആ സിസ്റ്റേഴ്സിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ അവരെ എവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമല്ല. അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. വേവലാതി തന്നെ അതാണ്. ശ്രീ കെന്നഡി, ഇപ്പോൾ ആ കന്യാസ്ത്രീകൾ മഠത്തിൽ നിന്ന് ഇറങ്ങില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഒപ്പം തന്നെ എന്തിനാണ് ഈ
സ്ഥലം മാറ്റം, ഈ ട്രാൻസ്ഫർ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിന് പ്രധാനമായും ഇപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞൊരു ഉത്തരവും അതായിരുന്നു. കേസ് ദുർബലമാക്കുക, അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക, അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ന് കൊടുത്ത കത്തിനകത്ത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് വരുന്നതിനും പോകുന്നതിനുമുള്ള സൗകര്യങ്ങളും ഒക്കെ കൊടുക്കാവുന്ന ആ കത്തിൽ പ്രത്യേകം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അതിൽ കൂടുതൽ ഒരു കോൺഗ്രിഗേഷൻ എന്താ ചെയ്യേണ്ടത്? അതായത് കോൺഗ്രിഗേഷനെ ധിക്കരിച്ച്, സഭയെ ധിക്കരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേസിന് സാക്ഷികളുമായി ഈ പണിയെല്ലാം കാണിച്ചിട്ടും പിന്നെയും കോൺഗ്രിഗേഷൻ പറയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഇനി എന്ത് ചെയ്യണം? അവർ തിരിച്ച് മാപ്പ് പറയണം. അല്ല, കൊടുത്ത ട്രാൻസ്ഫർ അനുസരിക്കാത്ത ഇവരോട് ഇനി എന്ത് പറയണം? ഇവർ 4 പേരും ആ മഠത്തിൽ നിന്ന് പോയാൽ സ്വാഭാവികമായും പരാതിക്കാരിയായ കന്യാസ്ത്രീ അവിടെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ അല്ലെ? മാത്രമല്ല ഈ 4 പേരെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്ക്, അതിനൊന്നും യുക്തിയില്ല ശ്രീ കെന്നഡി താങ്കൾ പറയുന്നതിൽ. അതായത് അവർക്ക് വരാനും പോകാനുമുള്ള സൗകര്യം ഒരുക്കാമെന്നൊക്കെ. പക്ഷേ ഇവർ 4 പേരും അല്ലെങ്കിൽ ഇവർ 5 പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഈ 6 കന്യാസ്ത്രീകളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് ആണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. അല്ല, ഇപ്പോഴും ഞാൻ അതിനകത്ത് ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീ മാത്രമല്ല, മറ്റൊരു നീന റോസിനും ട്രാൻസ്ഫർ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീന റോസും അവിടെ ഉണ്ട്, അവരെ ട്രാൻസ്ഫർ ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കായി പോകുന്നതെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇല്ല, ആവട്ടെ, ബാക്കി ഈ 4 പേരുണ്ടല്ലോ, ഈ 4 കന്യാസ്ത്രീകളെയും അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ചല്ലോ. അതായത് ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിന് പിന്നാലെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ വരും. ഇതിന്റെ വിചാരണ വേളയിലൊക്കെ തന്നെയും ആ തരത്തിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇവർ തനിച്ചാണെങ്കിൽ ഇവർക്കുണ്ടാക്കാൻ പോകുന്ന മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന മാനസിക സമ്മർദ്ദം ചെറുതൊന്നും ആയിരിക്കില്ല. അതിന് മാത്രം ശക്തിയുള്ളവരാണ് നിങ്ങളൊക്കെ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറയും, ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയും, ആ വഞ്ചി സ്ക്വയറിൽ SOS എന്നൊക്കെ പറഞ്ഞൊരു സംഘടനയുടെ, പല സംഘടനകൾ ചേർന്ന് ഒരു സംഘടനയുടെ കീഴിൽ ഒരു സമരമൊക്കെ നടത്തി. അതൊക്കെ വളരെ ചരിത്രമായ സമരമാണ്. അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരു പരിധിവരെ ഞാൻ പറയുന്ന രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം ജനത്തെയും ഏതാണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പറയും. അത് ഏതായാലും വൻ വിജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം വ്യക്തമായ തെളിവുകളുടെയോ അല്ലെങ്കിൽ ഒന്നിന്റെയും അടിസ്ഥാനമില്ലാതെ ആരോപണങ്ങൾ അല്ല, ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടും ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം, വ്യക്തമായ തെളിവുകൾ വേണ്ടേ? ആ സാധനമില്ലാതെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോഴും ഇന്ദിരേഖ പറഞ്ഞ എന്താ? കന്യാസ്ത്രീകളെ അവിടെ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കണം, ഞങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുക്കും. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ആ പറഞ്ഞതിനകത്തൊരു വാചകം വന്നു, ഞങ്ങളുടെ പ്രവർത്തകർ ജയിലായാലും. അപ്പോൾ എഗെയിൻസ്റ്റ് ലോ ആണെന്നറിയാം. നിയമത്തിനെ തെറ്റിക്കാനും നിയമത്തെ വെല്ലുവിളിക്കാനും അവർ ചെയ്യുന്നത് പോലെ തന്നെ നിയമത്തെ വെല്ലുവിളിക്കാൻ ഒരു വക്കീലായ ഹിന്ദു പറയുന്നത് വെല്ലുവിളിച്ചുകൊണ്ട് പല സമരങ്ങളും, കേരളം പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പല സമരങ്ങളും നടന്നത്. അല്ല, പിന്നെ ഈ മൊത്തം അട്ടിപ്പേർന്ന് ഇവരെടുക്കേണ്ട 55 ലക്ഷം ഉള്ള വിശ്വാസികളിൽ സിസ്റ്റർ ലൂസിക്ക് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് കൊടുത്തു. ഇവര് രസം ഈ തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലാണ്. അതായത് ലൂസിക്ക് 1-ാം തീയതി എങ്കിൽ ഇവർക്ക് 3-ാം തീയതിയാണ്. കാരണം ഓർഡർ വരുന്നത് 10-ാം തീയതിയോ മറ്റോ ഇവർക്ക് കയ്യിൽ കിട്ടുന്നത്. പക്ഷെ 1-3 വളരെ അടുത്തടുത്ത ദിവസങ്ങൾ, അതായത് ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അത് വളരെ സീരിയസ്. അതായത് ഈ SOSന്റെ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ ബോധപൂർവം തേജോവധം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ സമയത്ത് അതെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ അറിയാമോ? ഇനി വിചാരണ വരാൻ പോവുകയാണ്, ഇനി കോടതി നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് ഇത്രയും സപ്പോർട്ട് കിട്ടിയാൽ വലിയ പ്രശ്നം ഉണ്ടാവും. കാരണം ഇപ്പോൾ തന്നെ ബിഷപ്പ് ഫ്രാങ്കോയുടെ അനുകൂലികളായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ പിടിവിട്ടു പോയി എന്ന് കാര്യങ്ങൾ മനസ്സിലായി. കാരണം എന്തെല്ലാം കാര്യങ്ങളാണോ ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്കെതിരെ പറഞ്ഞത് അതെല്ലാം തിരിച്ചടിച്ചു. ഒരു കാര്യത്തിന് പോലും തെളിവില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് അവർക്കും ബോധ്യമുണ്ട്. ശ്രീ കെന്നഡി, ഈ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുന്നത് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ്. ആ മൊഴികളിൽ പലതിലും വൈരുദ്ധ്യമുണ്ടായിരുന്നുവെന്ന് പല സമയത്തായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിലായി പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ ചാർജ് ഷീറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊരു ടെക്നിക്കാലിറ്റി സാധനമാണല്ലോ, അതിങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ളതിനൊക്കെ കാര്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ തന്നെ 3 ദിവസമായിരുന്നു. തയ്യാറാക്കിയ ചോദ്യാവലികളിൽ പലതിനും അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ വിശദമായൊരു ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഫ്രാങ്കോ മുളയ്ക്കൽ അകത്ത് പോകുന്നത്, ജയിലിനകത്താകുന്നത്. അപ്പോൾ ഇനിയും ഫ്രാങ്കോ മുളയ്ക്കൽ വിശുദ്ധനാണെന്ന് പറയരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രയൊക്കെ എല്ലാ വ്യക്തമായ തെളിവും എല്ലാം പുള്ളിയെ തൂക്കിക്കൊല്ലാനുള്ള മുഴുവൻ സാധനം കയ്യിലുണ്ടായിരുന്നേ, പിന്നെന്താ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാത്ത? ഗവൺമെന്റ് അല്ലേ, സഭയ്ക്ക് ഇടപെടാൻ കഴിയില്ലല്ലോ. സഭയ്ക്ക് ഏത് രീതിയിൽ ഇടപെടാൻ കഴിയും? ഒരിക്കലും കത്തോലിക്ക സഭയും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായി
കൈകോർത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ- കെട്ടിപ്പിടിച്ച് ഇനി ആ കഥ ഞാൻ പറഞ്ഞുകൊണ്ട് വരണ്ട. കെന്നഡി സഭയ്ക്ക് ഇടപെടാവുന്ന ഒരു കേസല്ല, ഗവൺമെന്റിൽ ഇരിക്കുന്ന കേസാണ്. ഇത്ര കംപ്ലീറ്റ് എല്ലാ എവിഡൻസും ടോട്ടൽ എവിഡൻസ് ഉണ്ടെങ്കിൽ എപ്പോഴേ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് ട്രയൽ നടത്തി പുള്ളിയെ തൂക്കിക്കൊന്ന കവിയായിരുന്നോ? എന്താ ചെയ്യാത്തെ? പക്ഷേ ട്രയല് ഒന്ന് നടന്നു കാണാൻ ഞങ്ങളെ പോലുള്ളവരും കാത്തിരിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പലതും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള പലതും ആ ട്രയലിൽ വരും. ഈ പറയുന്ന ഷൈജു പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാതെ വരും. അപർണ എഴുതി വെച്ചോ, ഷൈജു ഫോൺ എടുക്കാതെ പിന്നെ നമ്മൾ ഇതേപോലത്തെ കുറെ പ്രവചനങ്ങൾ ഇവിടെ കേട്ടതാണ്. അത് പോട്ടെ. പക്ഷെ ഞാൻ കന്നഡ ചേട്ടാ, ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ചാർജ് ഷീറ്റ് കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകിയതല്ല. നിങ്ങളൊരു 2-3 മാസം മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒരു ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ അവർ പറഞ്ഞത് കുറ്റപത്രം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു, അവർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കിട്ടാൻ വേണ്ടി അവരത് കാത്തിരിക്കുകയാണ്. ആളെ കാത്ത് ഇനി സഭ ചെയ്തോ ബിഷപ്പ് റാങ്കോ ചെയ്തോ എന്നൊന്നും ഞാൻ പറയാറില്ല. മനസ്സിലാക്കിയിരിക്കുന്നത് നിലവിൽ ആ കേസിന്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു. ശ്രീ ഇന്ദുലേഖ, ഇനി ഈ കേസ് ഇപ്പോൾ ഇത്രയധികം വലിയ രീതിയിലുള്ള അച്ചടക്ക നടപടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർ ലൂസി ആണെങ്കിലും ഇപ്പോൾ ഈ 4 കന്യാസ്ത്രീകളാണെങ്കിലും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള അച്ചടക്ക നടപടിയിലൂടെ കടന്നു പോവുകയാണ്. ഈ കേസിന്റെ സ്ഥിതി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ കേസിന്റെ സ്ഥിതി, ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പണിഷ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ എങ്ങനെയാണ് അവലോകനം ചെയ്യാൻ കഴിയുക? ഇവിടെ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തില്ല എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഗവൺമെന്റിന്റെ മേൽ സഭ ചെലുത്തിയ സ്വാധീനം കൊണ്ട് അറസ്റ്റ് തന്നെ എത്രമാത്രം വൈകി എന്നുള്ളത് ഇവിടെ ഈ നാട്ടിലുള്ള ഏതൊരു ആളോട് ചോദിച്ചാലും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പോഴും ഈ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാത്തതിൽ പോലും സഭയുടെ സ്വാധീനമുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം ചാർജ് ഷീറ്റ്. അപ്പോൾ അതിനുള്ള ഒരു സമയവും സാവകാശവും അവർക്ക് വേണ്ട ലൂപ്പ് ഹോൾ ഇടാനുള്ള ഒരു ടൈമിങ് കൊടുക്കണം. അപ്പോൾ തീർച്ചയായും സഭ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ പണ്ടും ഇവിടെ ചാനൽ ചർച്ചയിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വോട്ട് ബാങ്ക് എന്ന വജ്രായുധം കാണിച്ച് പ്രതിപക്ഷമായിക്കൊള്ളട്ടെ ഭരണപക്ഷമായിക്കൊള്ളട്ടെ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് താങ്കളുടെ ആരോപണം. ദേവേന്ദ്ര, ശ്രീ കെന്നഡി, ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ സഭയെ വഴിയിലിട്ട് അലക്കാനല്ലാതെ എന്ത് ഗുണമാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടുണ്ടാകുന്നത്? പ്രത്യേകിച്ചും സമൂഹത്തിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒക്കെ എന്ത് ഗുണമാണ് ഉണ്ടാക്കുക? അല്ല, അവരുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, താങ്കൾ വിശ്വാസി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം താങ്കൾ എപ്പോഴും സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം, ഒരു സംവിധാനത്തെ സംബന്ധിച്ചോളം ഈ ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ സിസ്റ്റർ ലൂസിയുടെ കാര്യം പറഞ്ഞു. അവർക്ക് വ്യക്തിപരമായി സഭയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ചുടിദാർ ഇട്ട് നടക്കുകയോ ജീൻസ് ഇട്ട് നടക്കുകയോ അതൊക്കെ അവരുടെ സൗകര്യം. പക്ഷെ ഞാൻ തിരിച്ചു പോയി, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു ഡ്രസ് കോഡുണ്ട്. ആ ജോലി ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള മര്യാദയുണ്ട് എന്ന് കരുതി വ്യക്തിപരമായി ഏത് വേഷവും ഇടാം. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു കടമയില്ലേ, അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? ആ ചില അവസരങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കാതെ ഇരുന്നാൽ ഒരു കോൺഗ്രിഗേഷനിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ഇതിനകത്ത് ചേരാൻ തയ്യാറാണ്, മുഴുവൻ സമർപ്പിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ദാരിദ്ര്യവിരുദ്ധത്തിന് തയ്യാറാണ്, ബ്രഹ്മചര്യത്തിന് തയ്യാർ, ഇതെല്ലാം പറഞ്ഞേച്ച് ഇത് ബിഷപ്പുമാർക്ക് ബാധകമാണ്. അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ദാരിദ്ര്യവ്രതത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ബിഷപ്പുമാർക്കും ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ബാധകമാണ്. ഇവിടത്തെ ലക്ഷറി ലൈഫ് നയിക്കുന്ന ബിഷപ്പുമാരുടെ എണ്ണം പറഞ്ഞു തരട്ടെ. അല്ല, ഞാൻ അത് മറ്റൊരു വിധത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം അതിനായിട്ടുള്ള വിശദീകരണം തരാൻ എനിക്കും ഉണ്ടാവും. അല്ല, ഇപ്പൊ ഇവര് പറയട്ടെ, ഇപ്പൊ ബിഷപ്പ് താമസിച്ചു 50 ലക്ഷം, അതൊക്കെ വെറുതെയാണ്. അല്ല, പക്ഷേ വിശദീകരണം പറയാൻ നിങ്ങൾക്ക് ഉണ്ടാകും. ആകെ 48,000 രൂപ ചെലവുള്ള എന്റെ ബില്ലുണ്ട്. ഇവർ പറഞ്ഞു വരുത്തിയത് 50 ലക്ഷം എന്നാണ്. ക്രൗൺ പ്ലാസയിൽ 48,000 രൂപയ്ക്ക് നിങ്ങൾ 10-20 പേര് പോയി താമസിക്കുമല്ലോ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 2 നിലയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവിടെ പോയതാണ്. സ്ത്രീകൾക്കും ബിഷപ്പുമാർക്കും ഈ സഭ 2 നിയമം വെക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും താങ്കൾ പറഞ്ഞ ദാരിദ്ര്യവ്രതത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ പറയുന്നുണ്ടായി എല്ലാവരും ബ്രഹ്മചര്യം, സന്യസ്തം, ഇതൊക്കെ തന്നെയും ബിഷപ്പുമാർക്ക് ഒരു നിയമം, കന്യാസ്ത്രീകൾക്ക് മറ്റൊരു നിയമം. അതായത് ബിഷപ്പുമാർ ഈ പവറിന്റെ എക്സ്ട്രീം വേർഷൻ. കന്യാസ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ പാടില്ല. അവർ അതിനെന്തെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ നടപടി. ഇത് എവിടത്തെ അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞത്. കാരണം
നമ്മുടെ മുന്നിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു സാക്ഷ്യമാണ് ഫാദർ അഗസ്റ്റിൻ പട്ടോളി. പുരോഹിതനും കന്യാസ്ത്രീക്കും ഒക്കെ ഈ സഭയിൽ ഒറ്റ നിയമമേ ഉള്ളൂ, തോന്നിയാസം കാണിച്ചാൽ നടപടിയെടുക്കും, വാണിംഗ് ലെറ്റർ കൊടുക്കും, അതിന് മറുപടിയും കൊടുക്കണം, അതല്ലെങ്കിൽ പുറത്ത്, അതാരായാലും കൊള്ളാം. ബിഷപ്പിന് പീഡിപ്പിച്ചിട്ട് അല്ലാതെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും വരരുത്. ഇവര് പറഞ്ഞോട്ടെ, അത് ഇവരുടെ കർത്തവ്യം. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ല. കന്നഡി കരിമ്പൻകാലായി ബിഷപ്പ് എന്തുകൊണ്ടാണ് താങ്കൾ അല്പം മുമ്പാണ് അനുപമ സിസ്റ്ററെയും ബാക്കിയുള്ളവരെയും കുറിച്ച് വളരെ മോശമായി സംസാരിക്കേണ്ടത്? അനുപമ സിസ്റ്റർ അവരൊക്കെ തലയിൽ ആറ്റം ബോംബുമായിട്ട് നടക്കുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് മോശമല്ല, നല്ല കാര്യമാണ്. പേടിയുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ സാഹിത്യപരമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആ സാഹിത്യം ആവട്ടെ. പക്ഷേ ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ ബിഷപ്പുമാർക്കും കന്യാസ്ത്രീകൾക്കും രണ്ട് നിയമം വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണല്ലോ ഞാൻ പ്രധാനമായും ചോദിച്ചത്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞത് കന്യാസ്ത്രീകൾ ദാരിദ്ര്യവ്രതം സ്വീകരിക്കണം, അവർക്ക് ഇഷ്ടമുള്ള ഒരു വേഷം ധരിക്കാൻ പാടില്ല, ഇഷ്ടമുള്ള വാഹനം, പ്രത്യേകിച്ചും സിസ്റ്റർ ലൂസി ലംഘിച്ച സഭാ ചട്ടങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ അത് ട്രോളുകളായിരുന്നു. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, വാഹനം വാങ്ങി, ഇതൊക്കെ എന്താണ്? അപ്പോൾ ഈ ഇവിടെയുള്ള എത്രത്തോളം ബിഷപ്പ്മാർ എത്ര ലക്ഷറി ലൈഫിലാണ് ജീവിക്കുന്നത്? ഇക്കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ലേ? തീർച്ചയായും ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് എന്താ പറയുക, അതിനകത്ത് 17,000-ഓളം അംഗങ്ങളുള്ള സഭയാണ്, അംഗങ്ങളുള്ള ഒരു കോൺഗ്രിഗേഷനാണ് സിസ്റ്റർ ലൂസിയുടെ FCC എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോരുത്തരും ഇതുപോലെ കവിതാ സമാഹാരം ഇറക്കാൻ ഒരു 50,000, കാർ മേടിക്കാൻ 5-6 ലക്ഷം രൂപയും. അല്ല, ഞാൻ പറയട്ടെ ഇങ്ങനെ തുടങ്ങിയാൽ അതായത് നിങ്ങളുടെ സഭയിൽ എല്ലാ കന്യാസ്ത്രീകളും കവിത എഴുതുന്നവരുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംവിധാനമല്ല ഈ സഭ. ഈ സഭ ഓരോരുത്തർ തുടങ്ങിയാൽ ആ സഭയിൽ ഞാനതാ പറഞ്ഞത്, അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. നിത്യരോഗികളായ കന്യാസ്ത്രീകളുണ്ട്. അതൊന്നും ഇതൊന്നും പറയണതിനകത്ത് അർത്ഥമില്ല. ഞാൻ പറയട്ടെ, ഈ സഭയ്ക്കൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ചട്ടക്കൂടില്ല, പക്ഷെ കന്യാസ്ത്രീകൾക്ക് മാത്രം ഈ ചട്ടക്കൂട് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം അങ്ങനെയല്ല. നമ്മളൊരു ആർമിയിൽ ചേർന്നിട്ട് ഒരു പട്ടാളക്കാരൻ തിരിച്ചങ്ങോട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. ശ്രീ കന്നഡി, തെറ്റല്ലേ പറയുന്നത്? മുഴുവൻ തെറ്റല്ലേ? എന്റെ ഇഷ്ടം, എനിക്ക് കവിതാ സമാഹാരം ഇറക്കണം, എനിക്ക് 5-6 ലക്ഷത്തിന്റെ കാർ വേണം, എനിക്ക് എനിക്ക് തോന്നിയ സമരത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല, അത് തെറ്റാണ്. ശ്രീ കെന്നഡി, താങ്കൾ ഇപ്പോൾ പറയേണ്ടായി ഇത്രയധികം ആക്ഷേപങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ ഉന്നയിച്ചുകൊണ്ട്? അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. വെറുതെ എന്ത് തോന്നിവാസവും പറയാം. അല്ലല്ല കന്നഡി ചേട്ടാ, കന്നഡി ചേട്ടാ അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. കാരണം എനിക്കെന്തെങ്കിലും ചെയ്യണം എന്നുള്ളതല്ല. ഒരു കന്യാസ്ത്രീ ഒരു സഭയ്ക്കകത്ത് അംഗമാകുമ്പോൾ ആ സഭ കന്യാസ്ത്രീയോട് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്. കന്യാസ്ത്രീയുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഞാൻ നോക്കിക്കൊള്ളാം, അവരുടെ നൈസർഗിക വാസനകളെ പ്രോത്സാഹിപ്പിച്ചോളാം. ഇവിടെ സഭയ്ക്ക് തിരിച്ചറിഞ്ഞ് ചെയ്യാമെന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല. പ്രിവിലേജ് എടുക്കുന്നതും അങ്ങോട്ട് നമ്മൾ കമാൻഡ് ചെയ്യുന്നതും രണ്ടും വേണമല്ലോ, ഈക്വൽ ആയിരിക്കണമല്ലോ. കാരണം നമുക്കൊരു നൽകിക്കൊണ്ടായിരിക്കണം. ഈ പ്രിവിലേജുകൾ നൽകില്ല, ഞങ്ങൾ അധികാരം സ്ഥാപിക്കും. എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇതുപോലുള്ള ഒരു സഭയിൽ ചേരുമ്പോൾ എന്നെ കേൾക്കുന്ന ഈ സന്യാസത്തിന് അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു വ്രതമെടുത്ത് പോകാൻ നിൽക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയുന്നത്, കോൺഗ്രിഗേഷന്റെ യഥാർത്ഥത്തിലുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ രീതികൾ, അതിൻ്റെ സ്വഭാവങ്ങൾ ഇതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം. അല്ലാതെ അതിനകത്ത് ചേർന്നിട്ട് പൊതുധാരയിൽ, അതായത് മെയിൻ സ്ട്രീമിനോട് ചേർന്ന് പോകാതെ വേറിട്ട നിലപാടുമായി നിന്ന് ആ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന നിലപാട് തെറ്റാണ്. എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണം. അതല്ല അപർണ, ഇതേ കോൺഗ്രിഗേഷനിൽ തന്നെ ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് കന്യാസ്ത്രീകളെ ഞാൻ കാണിച്ചു തരാം. വേറെ കോൺഗ്രിഗേഷൻ തപ്പിപ്പോണ്ട. ഇതേ കോൺഗ്രിഗേഷനിൽ തന്നെ കവിത എഴുതുന്നവരുണ്ട്. ഇതേ കോൺഗ്രിഗേഷനിൽ തന്നെ വാഹനം വാങ്ങിക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്തവരുണ്ട്. ഇതേ കോൺഗ്രിഗേഷനിൽ തന്നെ വാഹനം ഓടിച്ച് നടക്കുന്ന കന്യാസ്ത്രീകളുണ്ട്. അപ്പോ ഇത് ഒരു കോൺഗ്രിഗേഷനിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണ്. അഡ്വക്കേറ്റ് ഇന്ദുലേഖ, ഇപ്പോൾ സിനഡ് കുറച്ചുകൂടി, സിനഡിൽ അൽമായര ഉൾപ്പെടുത്താനുള്ള തീരുമാനം വരുന്നു, സിനഡ് കുറച്ചുകൂടി, സഭ കുറച്ചുകൂടി സുതാര്യമാകുന്നു എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം തന്നെ പ്രാക്ടിക്കൽ ആകും?
ഇതൊക്കെ ജലരേഖയാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ സിനഡിന് കേരള കാത്തലിക് റിഫോർമേഷൻ മൂവ്മെന്റിന്റെ നേതാക്കൾ ഒരു ലെറ്റർ അയച്ചു. ദയവായി അൽമായരായ ഞങ്ങളുടെ പ്രതിനിധികളെ കൂടി ഈ സിനഡിൽ പങ്കെടുക്കാൻ അനുവദിക്കൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യൂസ് പറയാനുള്ള ഒരു അവസരം നൽകൂ. ആ ലെറ്ററിന് പുല്ലുവില കൽപ്പിച്ചു. ഒടുവിൽ അതിനെതിരെ പ്രതിഷേധിച്ച് അവിടെ സിനഡിന് മുമ്പിൽ, സിനഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി ചെന്ന KCRM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുതാര്യത തരുന്നു എന്ന് പറയുന്നതല്ലാതെ, സുതാര്യത വേണമെന്ന് ഞങ്ങൾ പറയുന്നതും അല്ലാതെ ആരും ഇവിടെ സുതാര്യത തരുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ അതായത് ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ വളരെയധികം വലിയ പോരാട്ടങ്ങളാണ്. പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹം അറിയണം. പ്രത്യേകിച്ചും സിനഡിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പൊതുസമൂഹം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സിനഡിൽ നിന്ന് ലഭിക്കുന്ന ചില അപൂർവം വാർത്തകളല്ലാതെ. പക്ഷേ നിലവിൽ അൽമായരെ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ സഭ കുറച്ചുകൂടി സുതാര്യമാകും എന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടതില്ല പൂർണ്ണമായും എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? അൽമായരെ ഉൾപ്പെടുത്തുക എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവർ ഉൾപ്പെടുത്തുന്ന അൽമായർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന കെനഡി ചേട്ടനെ പോലെ അവർ പറയുന്നതിന് ഓശാന പാടുന്ന ഒരു കൂട്ടം അൽമായരെ ഉൾപ്പെടുത്താനാണ് സിനഡിന്റെ ആഗ്രഹം. പക്ഷെ അതല്ല. ഒരു അൽമായർ എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഓരോ ഇടവകയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു അൽമായരുടെ സമിതി ചെന്ന് സിനഡിൽ പങ്കെടുക്കട്ടെ. അല്ലാതെ ഇവർക്ക് ഓശാന പാടുന്നവരെ വെക്കാനാണെങ്കിൽ അങ്ങനെ ഒരു സുതാര്യതയുടെ ആവശ്യം ഇവിടെ ഇല്ല. അതാണ് ശ്രീ ഷൈജു ആന്റണി, ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ നടപടിയിൽ ഓക്കെ ശരി, അവർ പറയുന്നു അവർ സഭ വിട്ടുപോകാൻ മഠം വിട്ടുപോകാൻ തയ്യാറാകില്ല എന്ന്. പക്ഷെ ഒപ്പം തന്നെ അവിടെ ഒരു പ്രശ്നമുള്ളത്, പരാതിക്കാരിയായ കന്യാസ്ത്രീയും ഇതേ മഠത്തിൽ തന്നെയാണുള്ളത്. ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് ഇവർ അവിടെ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കന്യാസ്ത്രീക്ക് എന്ത് സുരക്ഷിതത്വമാണ് നമുക്ക് എഗ്രി ചെയ്യാൻ കഴിയുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കന്യാസ്ത്രീകൾ ഉടൻ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കണ്ട് ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്നും ഉടനെ തന്നെ ആവശ്യപ്പെടേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഇവിടെ ഒരുമിച്ച് താമസിക്കാനുള്ള അനുവാദം വേണമെന്ന് അവർ വ്യക്തിപരമായി ആവശ്യപ്പെടേണ്ടതാണ്. കാരണം ഇതിപ്പോൾ സർക്കാരിൻ്റെ ചുമതലയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു കേസാണ്. കേരളത്തിലെ പൊതുസമൂഹം അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യുകയും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവനും ഇവിടെ ആരാണ് കൾപ്രിറ്റെന്നും എന്തുകൊണ്ടാണിത് സംഭവിച്ചതെന്നും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സീറോ മലബാർ സഭ ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന സിനഡിനകത്ത് ഇനി മുതൽ അങ്ങോട്ട് ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പ് ഫ്രാങ്കോ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സിനഡ് പോലും തീരുമാനിച്ചിട്ടുണ്ട്. കന്നഡ ചേട്ടൻ പറഞ്ഞതുപോലത്തെ ഒരു നിലപാടായിരിക്കില്ല. സിനഡിലെ ബിഷപ്പുമാർ മുഴുവനും അത്തരത്തിലൊരു നിലപാടല്ല. SOSും AMT വളരെ കൃത്യമായി ആവശ്യപ്പെട്ട ഒരു ആവശ്യമാണ്, ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ ഉണ്ടാക്കണം. അത് അൽമായരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ വരുന്ന ഭാരവാഹികൾ ആരായിരിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അതിനകത്തുള്ള അതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണമെന്നും അത്തരത്തിലുള്ള ആളുകളെ ഏത് തരത്തിൽ ഉൾപ്പെടുത്തണമെന്നും എല്ലാമുള്ള സജഷൻസുമായിട്ട് AMT മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇത് തന്നെ ഒരു വലിയ മാറ്റമാണ് അപർണ. കാരണം ഇത്രയും കാലം ഈ സഭയ്ക്കകത്ത് ഒരു ഇടവകയിലെ വികാരിയച്ഛനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ എവിടെ കൊണ്ട് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. കൊടുക്കാനുള്ളത് വികാരിയച്ഛനാണ്. അല്ലെങ്കിൽ ഒരു ബിഷപ്പിനെതിരെ, ഈ കന്യാസ്ത്രീയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബിഷപ്പിനെതിരെ ഒരു പരാതിയുണ്ട്, കന്യാസ്ത്രീ പരാതി കൊടുക്കേണ്ടത് ഈ ബിഷപ്പിന് തന്നെയാണ്. അല്ല, പക്ഷേ ഇപ്പൊ ഇന്ദുലേഖ പറഞ്ഞതുപോലെ, കാരണം സിനഡിൽ ഈ അൽമായരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു കത്ത് അയക്കുകയും പക്ഷെ അതിന് യാതൊരു തരത്തിലുള്ള വാല്യൂ നൽകിയില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി വരുന്നു. ആ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നുണ്ടോ? അല്ല, ഇതൊരു തുടക്കമല്ലേ. ഇനി അത് പെട്ടെന്ന് അംഗീകരിച്ചോളണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ നമ്മളൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം പൊതുസമൂഹത്തിൻ്റെ ആവശ്യം ഇതായതുകൊണ്ട് ഈ ആവശ്യത്തെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അങ്ങനെ ഒരു മയപ്പെടുത്തലിലൂടെ മാത്രം ഇത് തീർന്നു പോകില്ല. ഇതൊരു അൽമായ മുന്നേറ്റമാണ്. ഇത് സഭയെ സ്നേഹിക്കുന്നവരുടെ മാത്രം ഒരു മുന്നേറ്റമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ മാത്രം ഒരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിനകത്ത് ഒരു കാരണവശാലും മറ്റൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാൻ ഇനിയുള്ള ഈ മുന്നേറ്റത്തിലെ ആളുകൾ സമ്മതിക്കില്ല.
പക്ഷേ ശ്രീ ഷൈജു ആന്റണി, ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായ അച്ചടക്ക നടപടി, ഒപ്പം തന്നെ സിസ്റ്റർ ലൂസിക്കെതിരായ അച്ചടക്ക നടപടി, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു താക്കീതാണ്. ഇനി ഇതിൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ, സഭയ്ക്കുള്ളിൽ നടക്കുന്ന എന്തിനെതിരെ, അത് ജെനുവിൻ കേസായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, നിങ്ങൾ ശബ്ദിച്ചാൽ ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് കൂടി തയ്യാറായി ഇരുന്നു കൊള്ളൂ എന്നൊരു താക്കീതാണ്. അവിടെ ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കോ സഭയിൽ സിനഡിൽ ഉണ്ടാകുന്ന അൽമായർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു താക്കീത് ഭയന്ന് അനേകം അൽമായർ, ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന അൽമായർ എല്ലാവരും, ഈ സഭയിലെ ഭൂരിപക്ഷം അൽമായരും പറയുന്നത് ഈ നിലപാടുകൾ, നമ്മളെടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്നാണ്. ഈ നിലപാടുകളുമായി തുടർന്ന് പോകണമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അപ്പോഴെല്ലാവരും അവർ പറയും, ദയവേത് ഞങ്ങളങ്ങോട്ട് മുമ്പിലേക്ക് വരില്ല, ഭയം കൊണ്ടാണ്. അങ്ങനെ ഒരു ഭയത്തിന്റെ കാലഘട്ടം ഏറെ താമസിയാതെ അവസാനിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നിലവിലെ നമ്മളിപ്പോൾ ശരിയാണ്, പോരാട്ടത്തിന്റെ സമയം അത് കൂടുതലായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നം വരുന്നു, അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ലല്ലോ, പ്രത്യേകിച്ചും ഫ്രാങ്കോയുടെ വിചാരണ സമയം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കില്ല നേരിടേണ്ടി വരുന്ന ഭീഷണി. പക്ഷെ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം ശക്തി, കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകുമെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടാകും. കാരണം ഞങ്ങളുടെ ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പ് അത്രയേറെ ശക്തമാണ്. ഞങ്ങൾ ഒത്തിരിയേറെ, ഇപ്പോൾ ഇതിനകം തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങളിൽ ഉള്ളിടത്തോളം കാലം, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങളിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അനുസ്യൂതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് എന്തുമാത്രം പ്രശ്നം ഉണ്ടായാലും ഒരു കാര്യമില്ല. കാരണം ഇവർ പറയുന്ന ഈ നിയമങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിക്കും. അവരവരുടെ മുന്നിൽ പറയുന്ന കാനൺ നിയമങ്ങൾ തന്നെ അവരെ തിരിച്ചടിക്കും. ഒരു കാനൺ നിയമത്തിനും അവരെ സംരക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഈ കാനൺ നിയമത്തിന്റെ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ബിഷപ്പിനും കന്യാസ്ത്രീക്കും രണ്ട് നിയമവും നീതിയുമാണ് ഇത്ര കാലവും സഭ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ പെട്ടെന്നൊരു ദിവസം മാറ്റം ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇനി അങ്ങോട്ട് വരും കാലത്തിലും എത്രത്തോളം പ്രതീക്ഷിക്കണം? പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായുമുള്ള ഭയം ഉണ്ടാകുമല്ലോ. ഓരോ കന്യാസ്ത്രീക്കും അവർ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറയാനുള്ള ഭയമുണ്ടാകും. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ വന്നുവെങ്കിൽ മറ്റൊരു കന്യാസ്ത്രീ അതുപോലെ വന്നുകൊള്ളണമെന്നില്ല. അപർണ, വരും പോകുന്ന കാലം അങ്ങനെ ആയിരിക്കും എന്നെനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഇത്രയും കാലം ഇവിടുത്തെ വിശ്വാസികൾ കാനൺ നിയമങ്ങൾ വായിച്ചിരുന്നില്ല. ഇത്രയും കാലം ഇവിടുത്തെ വിശ്വാസികൾ യഥാർത്ഥത്തിൽ ബൈബിൾ തുറന്ന് വായിച്ചിരുന്നില്ല. ഇത്രയും കാലം ഇവിടുത്തെ വിശ്വാസികൾ സഭ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിരുന്നില്ല. ഈ അടുത്ത കാലത്തുണ്ടായ ഈ സംഭവങ്ങൾ മുഴുവൻ വിശ്വാസികളിൽ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കൂട്ടായ്മ ഒരുമിച്ചിരുന്ന് ഇനി ഒരു നല്ല സഭയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ കാനൺ നിയമങ്ങളെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ആശംസിക്കാം. എന്തായാലും നിലവിൽ 4 കന്യാസ്ത്രീകൾക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത 4 കന്യാസ്ത്രീകൾക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം നേരിടേണ്ടി വരുന്നത്. എന്നാൽ മഠം വിട്ടു പോകില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഷൈജു ആന്റണി, കെനഡി കരിമൻകലായി, സിസ്റ്റർ അനുപമ, അഡ്വക്കേറ്റ് ഇന്ദുലേഖ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.